ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2228. ഇന്ന് ഫെബ്രുവരി മാസം 5-ാം തീയതി. ഈ ആണ്ടിലെ 36-ാമത്തെ ദിവസത്തിലെത്തി. ആലോചന ഇല്ലാത്തവരെല്ലാം എപ്പോഴെങ്കിലുമൊക്കെ അരുതാത്തതിലൂടെ കടന്ന് വലിയ അപകടത്തിലകപ്പെടും. കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ടോ കാതുകൊണ്ട് കേട്ടതുകൊണ്ടോ മാത്രമൊന്നും സത്യമാകണമെന്നില്ല. എന്തിലും കൗശല സാധ്യതകളുണ്ട്. ആളുകളുടെയും സംഭവങ്ങളുടെയും ഉദ്ദേശശുദ്ധി മനസ്സിലാക്കുക എന്നതാണ് വിവേകപൂർവമുള്ള പെരുമാറ്റത്തിന്റെ അടിസ്ഥാന തെളിവ്. എല്ലാ ആളുകളും സമീപിക്കുന്നത് സദുദ്ദേശത്തോടെ ആകണമെന്നില്ല. എല്ലാ ക്ഷണവും ആരോഗ്യകരവുമല്ല. എല്ലാ സഹവാസവും പ്രതീക്ഷാ നിർഭരവുമല്ല. എല്ലാവർക്കും അവരുടേതായ താല്പര്യങ്ങളും ലാഭേച്ഛയുണ്ടാവും. അവരിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള കഴിവാണ് കെണികളിൽ വീഴാതിരിക്കാനുള്ള മാർഗം. ക്രിസ്തുവേശു ഇങ്ങനെ പല അവസരങ്ങൾ പൊതുവെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുറച്ചുകൂടി ഏകാഗ്രത ഉണ്ടാവണം, കുറെ കൂടി ജാഗ്രത പുലർത്തണം. അങ്ങനെ എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തെ കുറെ കൂടി ആഴപ്പെടുത്തുന്നുണ്ട് ക്രിസ്തുയേശു. നമ്മളാവട്ടെ അങ്ങനെ വിവേകത്തിന്റെ വഴികൾ തിരഞ്ഞെടുക്കാറുമില്ല. ഇങ്ങനെ പ്രാവിന്റെ നിഷ്കളങ്കതയെക്കുറിച്ച് ക്രിസ്തുയേശു പറയുമ്പോൾ തന്നെ പാമ്പിന്റെ ഒരു കൗശലത്തെക്കുറിച്ചും പറയുന്നുണ്ട്, ബുദ്ധിയെക്കുറിച്ചും പറയുന്നുണ്ട്. എന്തായാലും കിണറ്റിലാകപ്പെട്ട കുറുക്കൻ ഒരു വിധത്തിലും പുറത്തേക്ക് കടക്കാനാവുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അതുവഴി എത്തിയ ആട് കുറുക്കനെ കണ്ട് ചോദിച്ചു, നീ കിണറ്റിൽ എന്തെടുക്കുക? കുറുക്കൻ പറഞ്ഞു, ഇതിനകത്തോ നല്ല പുല്ലുണ്ട്, എന്തൊരു രുചിയാണെന്നറിയോ? നീ ഇതിനകത്തെ പുല്ല് തിന്നിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആടിനും ഒരു ചെറിയ ആഗ്രഹം. കുറുക്കൻ എന്തായാലും പുല്ലിന്റെ സ്വാധീനെക്കുറിച്ച് കുറച്ചും കൂടി വാചാലനായി. കൊതുകേറിയ ആട് ചോദിച്ചു, ഞാൻ എങ്ങനെ താഴേക്ക് വരും? കുറുക്കൻ പറഞ്ഞു, ഇവിടെയുള്ള പുല്ലിന് നല്ല കനമുള്ളത് കൊണ്ട് നീ താഴേക്ക് ചാടിക്കോ, ഒന്നും പറ്റില്ല. കുറുക്കന്റെ ഉപദേശം സ്വീകരിച്ച് ആട് കിണറ്റിലേക്ക് ചാടി. താഴെ എത്തിയ ആടിന്റെ മുകളിൽ ചാടിക്കേറി കുറുക്കനാവട്ടെ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. എടുത്തു ചാടുന്നവരുടെ എല്ലാം വീഴ്ച തിരിച്ചു കയറാനാവാത്ത വിധത്തിലുള്ള ഗർത്തത്തിലേക്കായിരിക്കും, അറിയില്ല. കുറെ കൂടി വിവേകത്തെ ഉപയോഗപ്പെടുത്താനായിട്ട് മനുഷ്യൻ എന്തുകൊണ്ടാണ് കഴിയാതെ പോകുന്നത്? ദൈവം തന്ന വിവേകം എപ്പോഴൊക്കെയോ നമ്മളിൽ നിന്ന് ദുർബലമായി പോകുന്നുണ്ട്. കുറെ കൂടി ജാഗ്രത പാലിക്കുക, കുറെ കൂടി ഏകാഗ്രത ഉണ്ടാവട്ടെ ജീവിതത്തിൽ. ബന്ധങ്ങൾക്കകത്ത് കുറെ കൂടി ആഴമുണ്ടാവട്ടെ. സുവിശേഷത്തിലൂടെ കടന്നു പോകും തോറും നമ്മൾക്ക് കിട്ടുന്ന ഒരു വലിയ പ്രകാശം ഇതുതന്നെയാണ്, അവബോധം ഇതുതന്നെയാണ്. അങ്ങനെയാവട്ടെ നമ്മളുടെ ജീവിതം കുറെ കൂടി ഭംഗിയുള്ളതും ആഴമുള്ളതുമാകുന്നത്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.